നമസ്കാരം, എല്ലാവർക്കും SP ജോബ് ഹബ്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിൽ വരുന്ന ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അതായത് ജിപ്മർ പുതുച്ചേരിയുടെ കീഴിൽ വന്നിട്ടുള്ള ഗ്രൂപ്പ് ബി ആൻഡ് ഗ്രൂപ്പ് സി തസ്തികളെ പറ്റിയാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് www.jipmar.edu.in എന്ന സൈറ്റിലൂടെയാണ്. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 19 ഓഗസ്റ്റ് 2024, പരീക്ഷാ തീയതി 14 സെപ്റ്റംബർ 2024. ഗ്രൂപ്പ് ബിയുടെ കീഴിൽ 9 തസ്തികളിലായി 169 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പ് സിയുടെ കീഴിലാണെങ്കിൽ 7 തസ്തികളിൽ 209 ഒഴിവുകളും നിലവിലുണ്ട്. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പൊതുവായി എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന തസ്തികയെപ്പറ്റി മാത്രമാണ്. അതായത് 10 അല്ലെങ്കിൽ +2 വെച്ച് കൊടുക്കാൻ സാധിക്കുന്ന തസ്തിക, മറ്റ് വ്യത്യസ്ത ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത വെച്ച് അപേക്ഷിക്കാൻ സാധിക്കുന്ന തസ്തികകളും വിജ്ഞാപനത്തിലുണ്ട്. നിങ്ങൾ നിങ്ങളുടെ യോഗ്യത വെച്ച് അപേക്ഷിക്കുക. ഗ്രൂപ്പ് സി പോസ്റ്റ് കോഡ് 23-20-24 ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് 24 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 16 UR, OBC 2, SC 2, ST 3, EWS 1 എന്നിങ്ങനെ 24 വേക്കൻസി. അടുത്തത് പോസ്റ്റ് കോഡ് 28-20-24 സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ജനറൽ കാറ്റഗറിയാണ്. നമുക്കിനി ഈ തസ്തികളെ പറ്റി മറ്റു വിവരങ്ങൾ നോക്കാം. യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. കൂടാതെ ഇംഗ്ലീഷിൽ 35 വേർഡ്സ് പെർ മിനിറ്റ് അല്ലെങ്കിൽ ഹിന്ദിയിൽ 30 വേർഡ്സ് പെർ മിനിറ്റ് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. ഇതിൻ്റെ പേ ലെവൽ എന്ന് പറയുന്നത് 2, ബേസിക് പേ 19,900, ഉയർന്ന പ്രായം 30 വയസ്സ്. അടുത്തത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2, യോഗ്യത +2, കൂടാതെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഡിക്റ്റേഷൻ 80 വേർഡ്സ് പെർ മിനിറ്റ്, ട്രാൻസ്ക്രിപ്ഷൻ ആണെങ്കിൽ 65 മിനിറ്റ്സ് ഇംഗ്ലീഷ്, 75 മിനിറ്റ്സ് ഹിന്ദി മാനുവൽ ടൈപ്പ് റൈറ്ററിൽ, 50 മിനിറ്റ്സ് ഇംഗ്ലീഷ്, 65 മിനിറ്റ്സ് ഹിന്ദി കമ്പ്യൂട്ടറിൽ. ഇതിൻ്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 25,500 ആണ്. ലെവൽ 4ൽ വരുന്നതാണ്. പ്രായം ഉയർന്നത് 27 വയസ്സ്. SC/ST കാറ്റഗറിക്ക് ഉയർന്ന വയസ്സിൽ 5 വർഷത്തെ വയസ്സിളവും OBC കാറ്റഗറിക്ക് 3 വർഷത്തെ വയസ്സിളവും ലഭിക്കുന്നതാണ്. അടുത്തത് അപേക്ഷാ ഫീസ്. UR, EWS, OBC എന്ന കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 1,500 ട്രാൻസാക്ഷൻ ചാർജസും ഉണ്ട്. SC/ST കാറ്റഗറിക്കാണെങ്കിൽ 1,200 പ്ലസ് ട്രാൻസാക്ഷൻ ചാർജസ്. PWBD കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികളെ അപേക്ഷാ ഫീസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്തത് പരീക്ഷാ കേന്ദ്രം. ആദ്യഘട്ടമായ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് കേരളത്തിൽ പരീക്ഷാ സെൻറ്റർ ഉണ്ട്. കേരളത്തിൽ വരുന്ന പരീക്ഷാ സെൻറ്റർ തിരുവനന്തപുരം, തൃശ്ശൂർ, കൊച്ചി, കോഴിക്കോട്, കൊല്ലം, കണ്ണൂർ എന്നീ കേന്ദ്രങ്ങളിൽ വെച്ച് പരീക്ഷ നടത്തപ്പെടുന്നതാണ്. അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഓൺലൈൻ അപേക്ഷാ ഫീസ് അടയ്ക്കുന്നതിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ, പരീക്ഷയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ജിപ്മറിൻ്റെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന വിജ്ഞാപനം കാണുക. ഓൺലൈൻ അപേക്ഷയുടെയും നോട്ടിഫിക്കേഷൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടാതെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള ജോലി സംബന്ധമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്